ശ്രീ എം സ്വരാജ് അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റ് ദ പ്രസ് പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ കോൺഗ്രസിൻ്റെ യുവജന നേതൃത്വത്തെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, കേരളത്തിലെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് മുഴുവൻ ഗുണപരമായ സംഭാവനകൾക്ക് നേതൃത്വം കൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിനും യുവജന നേതൃത്വത്തിനും സാധിക്കണം എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ആളുകളെ തകർക്കാനും വ്യക്തിപരമായി ആക്ഷേപിക്കാനും അങ്ങനെ ഇല്ലാതാക്കാനുമുള്ളതായിരിക്കുന്ന ശ്രമത്തിനെതിരെയുള്ള ഗുണദോഷമാണ് അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട ഭാഗം. അതിലൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഈ ഗുണദോഷം പറയുന്നതായ ശ്രീ എം സ്വരാജ് ആദ്യം പഠിക്കേണ്ടത് പിണറായി വിജയനിൽ നിന്നാണ്. അദ്ദേഹം പാഠം പഠിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട തലേ ദിവസം ബലാത്സംഗത്തിന് കേസെടുക്കാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വൈരനിര്യാതന ബുദ്ധിയാണ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മോശപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള എതിരാളികൾക്കെതിരായിട്ടുള്ള നീക്കം. ആ നീക്കം കൂടെ മനസ്സിലാക്കി വേണം കോൺഗ്രസിൻ്റെ യുവജന നേതൃത്വത്തെയും രാഷ്ട്രീയ സദാചാരത്തെയും അതുപോലെ രാഷ്ട്രീയത്തിൻ്റെ ഗുണപരമായ മാറ്റത്തെയും അദ്ദേഹം പഠിപ്പിക്കാൻ. അതിൽ ഏകപക്ഷീയമായി സംസാരിക്കുകയും ഗുണപരമായി മൊത്തം കാര്യങ്ങൾ ഏറ്റെടുത്ത് ശ്രദ്ധ ആകർഷിക്കാനുള്ളതായ അദ്ദേഹത്തിൻ്റെ ശ്രമത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേരള രാഷ്ട്രീയത്തിലെ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള പൊളിറ്റിക്കൽ ടേണിംഗ് വന്നത് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടുള്ള ബലാത്സംഗ കേസാണ്. അത് തീർത്താൽ തീരാത്തതായ രാഷ്ട്രീയ കളങ്കമായിരുന്നു അന്ന് പിണറായി സർക്കാർ ഉണ്ടാക്കിയ മാതൃക. ആ മാതൃക കേരളം തകർക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ പ്രത്യേകം എടുത്തു പറയാനുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ട വിഷയത്തിലെ ഈ സൈബർ സ്പേസുകളിൽ പലപ്പോഴും അനുകൂലമായിട്ട് കോൺഗ്രസ് നേതാക്കൾ നിലനിൽക്കുന്നതാണ്. അതിലെന്തെങ്കിലും മറുപടി ഉണ്ടോ? അതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനായ KPC പ്രസിഡന്റൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിനെതിരായി നടപടി സ്വീകരിച്ചു. പാർട്ടി വളരെ കൃത്യവും ഒറ്റക്കെട്ടായ നിലപാട് സ്വീകരിച്ചു. ആ കാര്യത്തിൽ ഇനി ഒന്നും പ്രത്യേകം പറയാനില്ല. ഇന്ന് ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏറ്റവും കേരളത്തിലെ ഭരണകൂടത്തോട് പറയാനുള്ളത്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ പൊളിറ്റിക്കൽ സബ്ജക്റ്റും കേരളത്തിലെ വിശ്വാസികളുടെ വൈകാരിക സബ്ജക്റ്റും ശബരിമലയാണ്. ആ ശബരിമല വിഷയമാണ് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ തീവ്രമായിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള സബ്ജക്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എഫക്റ്റ് ഞങ്ങൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തല്ലോ. ഒരു എഫക്റ്റ് ഉണ്ട്. ഏതാണെന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്ന CPMൻ്റെ എഫക്റ്റ് ഉണ്ട്. ആരെയൊക്കെ? സമാനമായ പ്രതികളെ സംരക്ഷിക്കുന്നത്. ശബരിമല കേസിൽ പ്രതിയായിട്ടുള്ള 2 വ്യക്തികൾ ജയിലിൽ കിടക്കുകയാണ്. CPMൻ്റെ പ്രമുഖരാണ്, വാസുവും പത്മകുമാറും. അവരെ 2 പേരെയും പാർട്ടിക്ക് പുറത്താക്കിയില്ലല്ലോ. ആ പുറത്താക്കാതെ സംരക്ഷണ കവചം തീർക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ഉൾപ്പെടെ അതിലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം വളരെ ഗൗരവതരമാണ്. എവിടെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിൽക്കുന്നത്? എവിടെയാണ് കേരളത്തിലെ CPM നിൽക്കുന്നത്? എവിടെയാണ് ഭരണകൂടം നിൽക്കുന്നത്? നിങ്ങൾ കൊള്ളക്കാരുടെ കൂടെയാണോ അതല്ല വിശ്വാസികളുടെ കൂടെയാണോ? ഈ നിമിഷം വരെ കേരളത്തിലെ CPMും മുഖ്യമന്ത്രിയും കൊള്ളക്കാരുടെ കൂടെയാണ്, കൊള്ള സംഘത്തിൻ്റെ കൂടെയാണ്, സ്വർണം മോഷ്ടിച്ച മോഷ്ടാക്കളുടെ കൂടെയാണ്, അല്ലാതെ വിശ്വാസികളുടെ കൂടെ അല്ല. അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വൈകാരിക ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടി പറയാൻ മുഖ്യമന്ത്രിയും ഭരണകൂടവും തയ്യാറാവണം.